ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 10 ചോദ്യങ്ങൾ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ് ആണ് ഇത് നോക്കുന്നത്. നോക്കാം. ആദ്യത്തെ ചോദ്യം, മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത് ചൂതം, ആമ്രം, വരകം, രസാലം. ആൻസർ വരുന്നത് വരകമാണ്. വരകം. മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത് വരകമാണ്. വരകം എന്ന് വെച്ചാൽ ആഗ്രഹം, ആഗ്രഹം. ഓക്കെ, ചൂതം, ആമ്രം, രസാലം ഇതൊക്കെ മാവിൻ്റെ പര്യായ പദങ്ങളാണ്. ഇനി മറ്റു ചില പര്യായ പദങ്ങൾ കൂടി നോക്കാം. അമ്മ, അമ്പ, ജനനി, സവിത്രി, പ്രസു. അമ്മ, അമ്പ, ജനനി, സവിത്രി, പ്രസു. അഖിലം, സർവം, സമസ്തം, സകലം. അഖിലം, സർവം, സമസ്തം, സകലം. അടുത്തത് അച്ഛൻ്റെ പര്യായമാണ്. പിതാവ്, ജനകൻ, ജനിതാവ്, താതൻ. പിതാവ്, ജനകൻ, ജനിതാവ്, താതൻ. അടുത്തത് അതിര്. അതിര്, എലുക, സീമ, പരിധി. എലുക, സീമ, പരിധി. അതിര്, എലുക, സീമ, പരിധി. അടുത്തത് അതിഥി. അതിഥിയുടെ പര്യായങ്ങളാണ് ഗൃഹാഗതൻ, ആവേശികൻ, ആഗന്തുകൻ. ഗൃഹാഗതൻ, ആവേശികൻ, ആഗന്തുകൻ. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അമ്മ, അമ്പ, ജനനി, സവിത്രി, പ്രസു. അഖിലം, സർവം, സമസ്തം, സകലം. അച്ഛൻ, പിതാവ്, ജനകൻ, ജനിതാവ്, താതൻ. അതിര്, എലുക, സീമ, പരിധി. അതിഥിയാണെങ്കിലോ ഗൃഹാഗതൻ, ആവേശികൻ, ആഗന്തുകൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം കണ്ടെത്തുക. കവിയത്രി, കവിയിത്രി, കവായിത്രി, കവയിത്രി. ഏതാണ് കറക്റ്റ്? ഡി ആണ്, കവയിത്രി. കവയിത്രി. അവസാന 2 അക്ഷരത്തിനാണ് വള്ളിയുള്ളതെന്ന് ഓർക്കുക. കവയിത്രിയാണ്. ഓക്കെ, കവയിത്രി. ഇനി അടിമത്തം. ഏതാണ് ശരിയായിട്ടുള്ളത്? ഇതാണ് അടിമത്തം. അടിമത്തം. ഇനി ഉത്തരവാദിത്തം. നമ്മൾ ഉത്തരവാദിത്വം എന്നൊക്കെ പറയുമെങ്കിലും അത് തെറ്റാണ്. ഉത്തരവാദിത്തം ആണ് ശരി. ഉത്തരവാദിത്തം. സഹപാഠി. സഹപാഠി. ഇങ്ങനെയുള്ള ഠായാണ് വരേണ്ടത്. സഹപാഠി. മനുഷ്യത്വം ആണ് ശരിയായിട്ടുള്ളത്. മനുഷ്യത്വം, മനുഷ്യത്വം. ഓക്കെ, മനുഷ്യത്വം. ഒന്നുകൂടെ പറയാം. അടിമത്തം, ഉത്തരവാദിത്തം, സഹപാഠി, മനുഷ്യത്വം. ഓക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. വിധുതി, വിടുതി, വിദൂഷി, വാർധി. വിദൂഷിയാണ് ആൻസർ. വിദ്വാൻ, വിദുഷി. വിദ്വാൻ, വിദുഷി. ആരാധകൻ, ആരാധിക. ആരാധകൻ, ആരാധിക. വിമോചകൻ, വിമോചിക. വിമോചകൻ, വിമോചിക. അധ്യാപകൻ, അധ്യാപിക. അധ്യാപകൻ, അധ്യാപിക. അഭിഭാഷകൻ, അഭിഭാഷിക. അഭിഭാഷകൻ, അഭിഭാഷിക. ഗൃഹനായകൻ, ഗൃഹനായിക. അപ്പോൾ കുറേ പഠിച്ചല്ലേ? ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ. ആരാധകൻ, ആരാധിക. വിമോചകൻ, വിമോചിക. അധ്യാപകൻ, അധ്യാപിക. അഭിഭാഷകൻ, അഭിഭാഷിക. ഗൃഹനായകൻ, ഗൃഹനായിക. അപ്പോൾ വിദ്വാൻ എന്താണ്? വിദ്വാൻ സ്ത്രീലിംഗ രൂപം വിദുഷിയാണ്. വിദ്വാൻ, വിദുഷിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദം ഏതാണ്? അരയാൽ, കാറ്റ്, മുറ്റം, മാളിക. ഏതാ ആൻസർ? അരയാലാണ്. അരയാൽ. അശ്വത്ഥം, അരയാൽ. ഇനി വേറെ കുറച്ച് പദങ്ങൾ നോക്കാം. അക്കം, കം, കം എങ്ങോട്ട്? ഉൾഭാഗത്തേക്ക് എന്ന് ഓർക്കുക. അക്കം, ഉൾഭാഗം. അക്കം, ഉൾഭാഗം. അഗ്ഗം, ഗണപതിയുടെ ഗായാണെങ്കിൽ പർവ്വതം. അഗ്ഗം, പർവ്വതം. ഗണപതി പർവ്വതത്തിൻ്റെ മുകളിലിരിക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ, അഗ്ഗം, പർവ്വതം. അഹം, അഹം ഞാൻ. അഹം ഞാൻ. അഖമാണെങ്കിലോ അഖം ഘടികാരത്തിൻ്റെ ഖായാണെങ്കിൽ പാപം. അഖം പാപം.
ഇനി അംഗം, അംഗം അവയവം, അംഗവൈകല്യം എന്നൊക്കെ എഴുതില്ലേ, അതാണ് അംഗം അവയവം. ഇനി അംഗം, ഇങ്കായാണെങ്കിൽ എന്താണ്, യുദ്ധമാണ്, അംഗം യുദ്ധം. അങ്കുരം മുള അങ്കുശം തോട്ടി, അങ്കുരം മുള അങ്കുശം തോട്ടി. ഓക്കെ. അകം ഉൾഭാഗം, അകം പർവ്വതം, അഹം ഞാൻ, അഖം പാപം, അംഗം അവയവം, അംഗം യുദ്ധം, അങ്കുരം മുള അങ്കുശം തോട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം, അറിയാനുള്ള ആഗ്രഹം ഏതാണ്? പിപാസ, ബുഭുക്ഷ, വിവക്ഷ, ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം എന്താണ്? ജിജ്ഞാസയാണ്, ജിജ്ഞാസ. ഓക്കെ, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് ബുഭുക്ഷു, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാള് ബുഭുക്ഷു. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് പിപാസു, കുടിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് പിപാസു. കുടിക്കാനുള്ള ആഗ്രഹം എന്ത് പറയാം? പിപാസ. കുടിക്കാനുള്ള ആഗ്രഹം പിപാസ, കുടിക്കാൻ ആഗ്രഹിക്കുന്നയാള് പിപാസു. അതുപോലെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാള് ബുഭുക്ഷു, ഭക്ഷിക്കാനുള്ള ആഗ്രഹം ബുഭുക്ഷ. ഓക്കെ. ഇനി വിവക്ഷ എന്താണ്? പറയാനുള്ള ആഗ്രഹമാണ് വിവക്ഷ, പറയാനുള്ള ആഗ്രഹമാണ് വിവക്ഷ. അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്താ പറയാ? പിപഠിഷു, പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് പിപഠിഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാള് വിജിഗീഷു അല്ലെങ്കിൽ ജിഗീഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാള് വിജിഗീഷു അല്ലെങ്കിൽ ജിഗീഷു. ഓക്കെ. അടുത്തത് വിപരീത ശബ്ദം എഴുതാനാണ്. വിപരീത ശബ്ദം എഴുതുക. സ്വകീയം, സ്വകീയത്തിന്റെ വിപരീതം എന്താണ്? വിപരീതം പരജനം, പരകീയം, പരീതം, പരഞ്ചം. ആൻസർ വരുന്നത് പരകീയമാണ്, പരകീയം. സ്വകീയം, പരകീയം. മറ്റ് ചില വിപരീത പദങ്ങൾ നോക്കാം. അഘം അനഘം, അഘം അനഘം. അച്ചം അനച്ചം, അച്ചം അനച്ചം. അലസം ഉജ്ജ്വലം, അലസം ഉജ്ജ്വലം. അപഗ്രഥനം ഉദ്ഗ്രഥനം, അപഗ്രഥനം ഉദ്ഗ്രഥനം. അപചയം ഉപചയം, അപചയം ഉപചയം. അപചാരം ഉപചാരം, അപചാരം ഉപചാരം. എന്താണ് നോക്കാം ഒന്നും കൂടെ. അഘം അനഘം, അച്ചം അനച്ചം, അലസം ഉജ്ജ്വലം, അപഗ്രഥനം ഉദ്ഗ്രഥനം, അപചയം ഉപചയം, അപചാരം ഉപചാരം. സ്വകീയം എന്താണ്? വിപരീത പദം പരകീയം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പിരിച്ചെഴുതുക. പടക്കളം പിരിച്ചെഴുതണം. പടം പ്ലസ് കളം, പട പ്ലസ് കളം, പട പ്ലസ് കളം, പടു പ്ലസ് കളം. ആൻസർ വരുന്നത് പട പ്ലസ് കളമാണ് പടക്കളം. ഇനി മറ്റു ചിലത് നോക്കാം. പച്ച പ്ലസ് തത്ത, പച്ചത്തത്ത. നീല പ്ലസ് താമര, നീലത്താമര. വർണ്ണ പ്ലസ് കിളി, വർണ്ണക്കിളി. കളി പ്ലസ് കൂട്ടുകാരൻ, കളിക്കൂട്ടുകാരൻ. മര പ്ലസ് തണൽ, മരത്തണൽ. എന്താ ഇവിടെയൊക്കെ സംഭവിച്ചത്? ഏത് സന്ധിയാണ് വരുന്നത്? ദ്വിത്വസന്ധിയാണ് വരുന്നത്, ദ്വിത്വസന്ധിയാണ് വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? സന്തോഷം അറിയിക്കുക, സഹായിക്കുക, സ്നേഹം നടിക്കുക, ഭീഷണിപ്പെടുത്തുക. ഓലപ്പാമ്പ് കാട്ടുക എന്താണ്? ഭീഷണിപ്പെടുത്തുകയാണ്. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുക അല്ലെ, ഭീഷണിപ്പെടുത്തുകയാണ്. അകമ്പടി കൂടുക, അകമ്പടി കൂടുക, ഉപചാരമായി കൂടെ നടക്കുക. അകമ്പടി കൂടുക, ഉപചാരമായി കൂടെ നടക്കുക. അകത്തമ്മ ചമയുക, വലിയ മേന്മ നടിക്കുക. അകത്തമ്മ ചമയുക, വലിയ മേന്മ നടിക്കുക. അക്കരെ പച്ച, അകലെയുള്ളതിനെക്കുറിച്ചുള്ള മിഥ്യാഭ്രമം. അക്കരെ പച്ച, അകലെയുള്ളതിനെക്കുറിച്ചുള്ള മിഥ്യാഭ്രമം. അക്കരെ പറ്റുക, വിഷമഘട്ടം തരണം ചെയ്യുക. അക്കരെ പറ്റുക, വിഷമഘട്ടം തരണം ചെയ്യുക. ഇനി അക്കിടി പറ്റുക എന്താണ്? അബദ്ധം പറ്റുക. അക്കിടി പറ്റുക, അബദ്ധം പറ്റുക. അഗ്രതാംബൂലം, മാന്യമായ സ്ഥാനം. അഗ്രതാംബൂലം, മാന്യമായ സ്ഥാനം. അഗ്നിപരീക്ഷ, കഠിനമായ പരീക്ഷണം. അങ്ങാടിപ്പാട്ട്, പരസ്യം. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ. അകമ്പടി കൂടുക, ഉപചാരമായി കൂടെ നടക്കുക.
അകത്തമ്മ ചമയുക, വലിയ മേന്മ നടിക്കുക, വലിയ മേന്മ നടിക്കുക. അക്കരെ പച്ച, അകലെയുള്ളതിനെക്കുറിച്ചുള്ള മിഥ്യാഭ്രമം. അക്കരെ പറ്റുക, വിഷമഘട്ടം തരണം ചെയ്യുക. അക്കിടി പറ്റുക, അബദ്ധം പറ്റുക. അഗ്രതാംബൂലം, മാന്യമായ സ്ഥാനം. അഗ്നിപരീക്ഷ, കഠിനമായ പരീക്ഷണം. അങ്ങാടിപ്പാട്ട്, പരസ്യം. ഓക്കെയാണ്. അടുത്തത് നോക്കാം. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. മറ്റു ഗത്യന്തരമില്ലാതെയായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. അടുത്തത് ഗത്യന്തരമില്ലാതെയായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. നെക്സ്റ്റ്, ലീലയ്ക്ക് മറ്റ് ഗത്യന്തരമില്ലാതെയായപ്പോൾ വീട് വിൽക്കേണ്ടി വന്നു. ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് മറ്റ് ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ എന്താ തെറ്റ് വരുന്നത്? മറ്റ് ഗത്യന്തരം എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. ബി മാത്രമാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഗത്യന്തരമില്ലാതെയായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ഈ ഒന്നാമത്തെ നോക്കുക, മറ്റ് ഗത്യന്തരം. സി നോക്കുക, മറ്റ് ഗത്യന്തരം. ഡി നോക്കുക, മറ്റ് ഗത്യന്തരം. അപ്പം അങ്ങനെ വന്നൂടാ. ബി ആണ് കറക്റ്റ് ആൻസർ. ഗത്യന്തരമില്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചേർത്ത് എഴുതുക. നല് പ്ലസ് നൂൽ എന്താ വരുന്നത്? ഓപ്ഷൻ നോക്കാം. എ നന്നൂൽ, ബി നൽനൂൽ, സി നൽനൂൽ, ഡി നല്ലൂൽ. ആൻസർ വരുന്നത് എ ആണ്, നന്നൂലാണ്. നല് പ്ലസ് നൂല് നന്നൂലാണ്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി. അപ്പം നല് പ്ലസ് നൂല് എന്താണ്? ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. നല് പ്ലസ് നൂല് നന്നൂല്. അതിൻ്റെ മറ്റ് എക്സാമ്പിൾ നോക്കാം. കൽ പ്ലസ് മദം കന്മദം. നൽ പ്ലസ് മ നന്മ. മേൽ പ്ലസ് മ മേന്മ. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ് ആണ് നോക്കിയത്. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.